ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിയാണ്. അധികം മസാലയൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ തന്നെയും വളരെ സ്പൈസി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു വലിയ സവോളയാണ്. അതിന് പകരമായിട്ട് ഒരു 10-15 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഈ സവോള മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാലും മതിയാവും. മിക്സിയിലിടുമ്പോൾ അധികം അരിഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് നമ്മുടെ അച്ചിങ്ങാപ്പയറാണ്. അച്ചിങ്ങാപ്പയർ അല്ലെങ്കിൽ പച്ചപ്പയർ എന്നൊക്കെ പറയും. പയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ 1 ഇഞ്ച് കനത്തിൽ മുറിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കെട്ട് പയറാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-12 പയറുണ്ടാവും. ഇനി മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ മെഴുക്കുവരട്ടിയിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് പയറേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിക്ക് പകരമായിട്ട് നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിച്ച് ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മെഴുക്കുവരട്ടിയിൽ കൂടുതൽ മസാലയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ പയറൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാത്തത് കൊണ്ട് ഈ പയറിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഈ മെഴുക്കുവരട്ടി എണ്ണയിൽ കിടന്ന് മൊരിയിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു മെഴുക്കുവരട്ടിയാണിത്. ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. അധികം മസാലയൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ തന്നെയും വളരെ സ്പൈസി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണിത്. ഇപ്പോൾ 2-3 മിനിറ്റ് നേരം നമ്മളിങ്ങനെ വഴറ്റി കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പയർ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.